കേരളത്തിലെ മാധ്യമങ്ങളെ സമ്മതിക്കാല. ഇമ്മരെ കണ്ണെന്ന് തുറക്കാൻ എനിക്കറിയില്ല. ഇമ്മരെ കണ്ണ് എപ്പോ തുറപ്പിക്കാൻ പറ്റും? കണ്ണു തുറക്കാത്തമ്മ കണ്ണു തുറക്കണം. ചിലപ്പം ചില മൃഗങ്ങളുണ്ട് തലയ്ക്കിട്ടിടിക്കുമ്പോഴേ മുകളിലോട്ട് നോക്കുള്ളൂ, അതുവരെ മുകളിലോട്ട് നോക്കാല. ശ്രീ പി സി ജോർജ്, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന് കുറച്ച് മണിക്കൂറുകളുള്ളൂ. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കാരണം ദേശീയ മാധ്യമങ്ങളെല്ലാം പറയാൻ വെച്ചാൽ കേരളത്തിൽ 1 മുതൽ 4 സീറ്റ് BJP നേടും. പക്ഷെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഈ റിപ്പോർട്ട് പറയുന്നില്ല. ഞാന് അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ കൂടി എന്താണെന്നറിയോ, കേരളത്തിലെ ഈ മഠയന്മാർ, ഇവിടുത്തെ പത്രങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും LDF യൂണിഫേല വേറൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നവന്മാരല്ല. അങ്ങനെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഈ ഭാരതത്തിന്റെ ചരിത്രം പഠിക്കാത്ത മഠയന്മാരുടെ ഒരു നാടായി കേരളം അതപ്പതിച്ചു പോയി. കേരളം പോലെ ഈ സൗത്ത് ഇന്ത്യ മുഴുവൻ ആ കുഴപ്പത്തിലാണ്. ഇന്ത്യ, ഞാൻ ചെയ്യട്ടെ, മോദിയുടെ നേതൃത്വത്തിൽ 10 കൊല്ലം കൊണ്ട് ലോകത്തിലെ 5ാമത്തെ സമ്പത്ത് ശക്തിയെ ഇന്ത്യ ഉയർന്നു ഭാരതം. പക്ഷെ കേരളം ഇപ്പൊ 5,40,5,00,000 കോടി രൂപ കടത്തിലായിരിക്കുക. ഇതവിടെ പോയി നിൽക്കും. വർത്തമാനം പറഞ്ഞതിന് വല്ല ന്യായമുണ്ടോ? എന്താ വർത്തമാനം പറയുന്നത്? എപ്പോഴും പറയും അവന്മാർ ജയിക്കുമെന്നാ പറഞ്ഞത്. ജയിച്ചിട്ട് എന്ത് ചെയ്യാൻ? മുന്നോട്ട് പോകാൻ പറ്റുമോ? അത് സംശയം. പിന്നെ കേരളത്തിലെ വോട്ടിന്റെ കണക്ക് വെച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ഇലക്ഷൻ കഴിഞ്ഞതാ പറഞ്ഞു, 3 സീറ്റ് BJP ഉറപ്പായിട്ട് ജയിക്കും, 10 സീറ്റ് മിനിമം UDF ജയിക്കും, 13 3 വരെ LDF വേണമെങ്കിൽ കിട്ടാം. അങ്ങനെ 16 4 സീറ്റ് മാത്രം വോട്ട് എണ്ണിട്ടേ പറയാൻ കഴിയും. 10ക്ക് പറഞ്ഞാളാ ഞാൻ. ഈ 3 എന്നുള്ളത് 4 വരെ ആകാം, 5 വരെ ആകാം. ഞാൻ പറഞ്ഞു BJPയെ സംബന്ധിച്ചിടത്തോളം 4ഉം 5ഉം ആകാൻ സാധ്യതയുണ്ട്. ഏത് കേൾക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, ഞാൻ ഇപ്പൊ പറയുന്നതല്ലോ. ഇപ്പോഴും ഞാൻ പറയുന്നു, BJP മിനിമം 3 സീറ്റ് കേരളത്തിൽ കിട്ടാമോ BJPക്ക്? അത് കേരളത്തിലെ മാധ്യമങ്ങളെ സമ്മതിക്കാല. ഇമ്മരെ കണ്ണെന്ന് തുറക്കാൻ എനിക്കറിയില്ല. ഇമ്മരെ കണ്ണ് എപ്പോ തുറപ്പിക്കാൻ പറ്റും? കണ്ണു തുറക്കാത്തമ്മ കണ്ണു തുറക്കണം. ചിലപ്പം ചില മൃഗങ്ങളുണ്ട് തലയ്ക്കിട്ടിടിക്കുമ്പോഴേ മുകളിലോട്ട് നോക്കുള്ളൂ, അതുവരെ മുകളിലോട്ട് നോക്കാല. ആ മൃഗത്തിന് സ്വഭാവമായിട്ട് ഇവിടെ കേരളത്തിലെ കുറെ മാധ്യമങ്ങളും കുറെ രാഷ്ട്രീയക്കാരും നടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാന്? സഹത വയ്ക്കാനല്ല വല്ല കിട്ടൂ. സഹതാമാരോട് ഒരു കാര്യം എഴുതി കിട്ടോ, ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് 4-ാം തീയതി 5-ാം തീയതി പിണറായി വിജയൻ നാട് വിട്ടു പോകും. ഇപ്പൊ ഇത് 48 മണിക്കൂർ വേണ്ടല്ലോ. ഞാൻ പറയുന്നത് 24 മണിക്കൂർ കഴിഞ്ഞുള്ള കാര്യമില്ലേ. നാട് വിട്ട് കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ മകളും മകനും എല്ലാം ജയിലിലോട്ട് പോകുന്ന നിലയിലേക്ക് കേസ് ഹൈക്കോടതിയുള്ള കേസല്ലേ. അതിനകത്ത് വെള്ളം ചേർക്കാൻ പറ്റുമോ? സ്വാഭാവികമായി പിണറായിക്ക് ചെയ്യുന്ന എന്താ? നാട് വിട്ടു പോവുക. ദുബായ് കൊള്ളപ്പാടം കോടാനും രൂപ മോട്ടിച്ചുണ്ടാക്കി വെച്ചിട്ടില്ലേ, അതെല്ലാം കൂടെ കൊണ്ടുപോയി ദുബായിലും അമേരിക്കയിലൊക്കെ പലയിടത്തും നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അങ്ങോട്ട് പോകും, അവിടെ പോയി ജീവിക്കും, ഇങ്ങോട്ട് വരികയില്ല. കേരളമായിട്ട് ബന്ധം കാണില്ല. ഇവിടെ നിന്ന് കടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ ആളറിയുള്ളൂ. ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഉറച്ചു വിശ്വസിക്കുന്ന ആളായ. ഏതായാലും ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞതില് BJP ജയിക്കുന്ന സീറ്റ് തിരുവനന്തപുരമുണ്ട്, തൃശ്ശൂരുണ്ട്, പത്തനംതിട്ടയും പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയിൽ വിജയം ഉറപ്പാണോ? 100% പത്തനംതിട്ട അനിൽ ആന്റണി ജയിച്ചിരിക്കുന്നു ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. എനിക്കൊരു സംശയമില്ല. ഞാൻ ഇവിടെ നിന്ന് വോട്ട് പിടിച്ചാണ്. ആ വോട്ട് പിടിച്ച് എനിക്കറിയാവുന്നത്ര വേറെ ആർക്കെങ്കിലും അറിയാൻ പറ്റും. അതുകൊണ്ടാ പറഞ്ഞത്. അതിനകത്ത് ഒന്നുമില്ലെന്നല്ലേ എല്ലാവരും പറഞ്ഞു. ഇപ്പം 2ാം സ്ഥാനം ഉണ്ടെന്ന് പറയാറ് നീ എനിക്കിരിക്കും അത്രയും. എന്നാ ഞാൻ പറയുന്നത് 1ാം സ്ഥാനത്തായിട്ട് വരും. എന്താണ് തിരുവനന്തപുരത്തെ പറ്റി മനോഹർ പറഞ്ഞ 1ാം സ്ഥാനം നമ്മുടെ കോൺഗ്രസിന്, 2ാം സ്ഥാനം നമ്മുടെ ചന്ദ്രശേഖരൻ. വ്യത്യാസം എത്ര? കേന്ദ്രമന്ത്രിക്ക് വ്യത്യാസം പറഞ്ഞിരിക്കുന്നത് 1 പോയിന്റ് സംതിങ്. അതിനകത്ത് തന്നെ ചന്ദ്രശേഖരൻ ജയിച്ചെന്ന് ഉറപ്പായില്ലേ കേന്ദ്രമന്ത്രി? ഈ അബദ്ധം പറഞ്ഞ് കണക്ക് വരും. 1ാം സ്ഥാനത്ത് അങ്ങനെ ശശി തരൂർ അവിടെ 3ാം സ്ഥാനത്ത് പോകുമെന്ന് എന്റെ പേടി. കാരണം ശശി തരൂരിനെ അവിടെ ജനം വോട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു അവിടെ. പല സ്ഥലത്ത് ശശി തരൂരിനെ പോകുമ്പോ സ്ത്രീകൾ തന്നെ വളരെ മോശമായിട്ട് സംസാരിച്ചു. സ്ത്രീകളായിരുന്നല്ലോ അയാളെ ജയിപ്പിച്ചോണ്ടിരുന്നത്. ആ സ്ത്രീകൾ തന്നെ മോശമായിട്ട് സംസാരിച്ചു. അവിടെ എന്റെ ഒരു വിചാരം അവിടെ 2ാം സ്ഥാനത്ത് പോലും ശശി തരൂർ വരാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ തൃശ്ശൂരെ പറ്റി പറയുമ്പോ സുനിൽകുമാർ ചിലപ്പോൾ വോട്ട് പിടിക്കും, ഒരു സംശയമില്ല, എനിക്ക് ബോധ്യമുണ്ട്. കാരണം അയാളെ പറ്റി ഒരു അഭിപ്രായമുണ്ട് അവിടെ. അയാളെ ഒരു മന്ത്രി എന്നതിലും MLA എന്നതിലും മാന്യനുമായിരുന്നു. പക്ഷേ എന്നാലും നമ്മുടെ സുരേഷ് ഗോപിക്ക് ഒരു ജനപിന്തുണ ഉണ്ടായിരുന്നു. എങ്ങനെ അത് പോകും എനിക്ക് മനസ്സിലാവുന്നത്. എന്റെ ഒരു കണക്കിൽ സുരേഷ് ഇപ്പൊ 3ാം സ്ഥാനം എല്ലാവരും പറയുന്നേ, ഞാനത് വിശ്വസിക്കുന്നില്ല. സുരേഷ് ഗോപി
ചെറിയ വോട്ടിനെങ്കിലും ജയിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ഒരു തർക്കത്തിലേക്കൊന്നും ഞാൻ നടക്കുന്നില്ല. നമുക്ക് എന്താണെന്ന് അറിയാം. ഓക്കെ, സർ, പി സി ജോർജ്.